അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. 2025 പുതിയ ക്വാർട്ടറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതുവർഷത്തിലുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. നമ്മൾ ഈ പുതിയ വർഷത്തിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിലെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത് ഗോഡ്സ് ലവ് ആൻഡ് ജസ്റ്റിസ്, ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്ന ഒരു ടോപ്പിക്കിനെ ആസ്പദമാക്കിയാണ്. നമുക്ക് ഈ പാഠപഠനത്തിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതാധിവാസം ചെയ്യുന്ന ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗ്ഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ഒരു പുതിയ ടോപ്പിക്കിൽ ഒരു പാഠം ഞങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈ ഒരു ക്വാർട്ടർ മുഴുവനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പഠിക്കുമ്പോൾ ദൈവത്തോട് അത് മനസ്സിലാക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടതിന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പാഠം പഠിക്കാൻ അവിടെ നിന്ന് സഹായിക്കുമാറാണ്. ഈ പാഠത്തിൻ്റെ മർമ്മങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തി തരുമാറാണ്. ഞങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്താൻ ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കുമാറാണ്. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുനാമത്തിൽ താഴ്മ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. ഈ പാഠം തയ്യാറാക്കി നൽകിയിരിക്കുന്ന പ്രൊഫസർ ജോൺ സി പെക്കമാണ്. അദ്ദേഹം ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരുന്നു. അതുപോലെ അഡ്വൻറ്റിസ്റ്റ് റിവ്യൂ എന്ന മാഗസീനിൻ്റെ സഹപത്രാധിപൻ കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ ഈ ക്വാർട്ടർ മുഴുവനായിട്ട് പഠിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ്. അപ്പം ന്യായവും നീതി എന്ന വേർഡ് എപ്പോഴും ഒത്തുപോകുന്നതാണ്. പക്ഷേ സ്നേഹവും നീതി എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തെ എല്ലാം ഉണ്ടെങ്കിലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നീതി നടപ്പാക്കുമ്പോൾ എന്താണ്, അത് ചിലപ്പോൾ സ്നേഹമാണെങ്കിൽ കൂടി നീതിയായിട്ട് തന്നെ നടപ്പാക്കുമ്പോൾ അത് ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ക്വാർട്ടർ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നതിന് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ്. ആ മുഖത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു വാക്യം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23:37 വാക്യമാണിത്. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ലെന്നാണ്. ശരിക്കും നമ്മൾ ഈ വാക്യത്തിലേക്ക് മുമ്പ് എന്താണ്, പ്രവാചകന്മാരെ, ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകന്മാരെ കൊല്ലുകയും അതുപോലെ അവൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ എന്താണ് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നിട്ടും എന്താണ്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകന്മറയിൽ അടയ്ക്കും പോലെ എത്ര വട്ടം കർത്താവായ യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നവർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ആനാൽ അയക്കപ്പെട്ടവർ ഉപദ്രവിക്കുന്നവരൊക്കെ ചേർത്ത് കൊള്ളാൻ മനസ്സുണ്ടായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ലെന്നാണ്. ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്തിൻ്റെ ഒരു ആഴമാർന്ന നമുക്ക് സമാനതകളില്ലാത്ത ആ ഒരു മഹൽ സ്നേഹത്തെക്കുറിച്ച് വെളിവാക്കുന്നൊരു വാക്യമാണ് ഈ മത്തായിയുടെ സുവിശേഷം 23 37 വാക്യം നമുക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു മഹൽ സ്നേഹത്തെക്കുറിച്ചാണ് ഈ ക്വാർട്ടർ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ തലവാചകം ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് ഫ്രീലി. മനപ്പാഠവാക്യത്തിലേക്ക് പോകും. മനപ്പാഠവാക്യം ഹോശേയ പ്രവചനം 14 വാക്യമാണ്. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. നമ്മൾ ഹോശേയ പ്രവാചകനിലേക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പലതവണ പാപം ചെയ്തിട്ടും എന്താണ്, അവരോട് ക്ഷമിക്കുന്നതായിട്ടും അവരെ ചേർത്ത് കൊള്ളുന്നതായിട്ടും ഹോശേയ പ്രവാചകന്റെ ജീവിതത്തിലൂടെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് കാട്ടിക്കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ. അപ്പോൾ ഹോശേയ പ്രവാചകനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാവുന്നതാണ്. നമ്മൾ സാറ്റർഡേ ശനിയാഴ്ചത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള പാഠത്തിലേക്ക് പോകുമ്പോൾ യേശു മുൻകൂട്ടി പറഞ്ഞതുപോലെ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പാണ് ഈ ഒരു സീൻ നടക്കുന്നതല്ലേ. യേശു പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് 3 വട്ടം കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നുണ്ട്. വെറുതെ തള്ളി പറയുകയല്ല, ആണയെടുത്ത് പറയുകയും പ്രാകുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ എനിക്ക് അറിയത്തേ ഇല്ലെന്നുള്ള രീതിയിലാണ് പത്രോസ് സംസാരിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ തള്ളി പറഞ്ഞ ആ സമയത്ത് തന്നെ ഈ 3 വട്ടം തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവുകയും അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ നോക്കുകയും ആ ഒരു നോട്ടം പത്രോസിൻ്റെ ഹൃദയത്തിലേക്കാണ് പോയല്ലേ. അപ്പോൾ എന്താണ്, പത്രോസ് അതിദുഃഖത്തോടെ പൊട്ടിക്കരയുകയും പത്രോസ് എന്താണ് മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട്
ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും യേശുവിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നു, നമ്മളെപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ യേശു തിരിച്ചെന്താണ്, ദൈവവും നമ്മളിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ചോദിക്കുന്നത്, നീ ഇവരിൽ നിന്ന് അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിന് ചോദിക്കുമ്പോൾ പത്രോസ് ഉവ്വ് കർത്താവേ എന്ന് പറയുന്നുണ്ട്. പത്രോസ് നേരത്തെ 3 തവണ തള്ളി പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ എത്ര തവണയാണ് ചോദിക്കുന്നത്? 3 തവണ ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ടല്ലേ. ആ 3-ാമത്തെ തവണ പത്രോസിന് തന്നെ ആ ചോദ്യം കേട്ടിട്ട് വിഷമമായിട്ട് പത്രോസ് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യം നമുക്ക് കാണാവുന്നതാണ്. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു അല്ലേ. എന്താണ്, നീ സകലം അറിയുന്നു. അപ്പോൾ ഇങ്ങനെ 3 തവണ ചോദിക്കേണ്ട ആവശ്യമില്ലെന്നായിരിക്കും പത്രോസ് ഉദ്ദേശിച്ചത്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം യേശുവിന് മനസ്സിലായി. അന്ന് പത്രോസിനെ നോക്കിയ ആ സമയത്ത് തന്നെ പത്രോസ് അതിദുഃഖത്തോടെ ദുഃഖിക്കുകയും അതുപോലെ തന്നെ പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന് നന്നായിട്ടറിയാം. അങ്ങനെ എങ്കിലും 3 തവണ യേശു ക്രിസ്തു ചോദിക്കുമ്പോൾ എന്താണ്, പത്രോസ് ഉവ്വ് കർത്താവേ എന്ന് ഉത്തരം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അന്ന് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിച്ച ചോദ്യം ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവ സ്നേഹമാണെന്നും ദൈവത്തിൽ നിന്ന് സ്നേഹം കിട്ടുന്നുവെന്നും അതുകൊണ്ട് ദൈവം എല്ലാം നൽകുന്നുവെന്നും നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നമ്മൾ ദൈവത്തെ ഇവരിൽ നിന്ന് അധികമായി സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇനി നമ്മുടെ മുന്നിലേക്കും എത്തപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തെ കൂടുതലായി സ്നേഹിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം, ന്യായമായ പ്രതീക്ഷകൾക്കപ്പുറം, ബിയോണ്ട് റീസണബിൾ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ എന്താണ്, കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിച്ചത്, നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. ഈ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുക മാത്രമല്ല, ദൈവം നമ്മെ എന്താണ് ഔദാര്യമായി ഇങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും നമ്മൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗം തന്നെയാണ്. അതായത് എന്താണ്, മോശ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കൽപ്പന വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് താഴേക്ക് സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുമ്പോൾ മോശ കാണുന്ന രംഗം എന്താണ്, ഇവിടെയുള്ള ഇസ്രായേൽ മക്കളെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ദൈവമായിട്ട് ആരാധിക്കുന്നതാണ്. അപ്പോൾ പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിസ്തംഭമായിട്ടും വഴി നടത്തുകയും ഭക്ഷണം ഇല്ലാതിരുന്നപ്പോൾ മഞ്ഞ് പൊഴിക്കുകയൊക്കെ ചെയ്ത ദൈവത്തെ അവരൊരു നിമിഷം കൊണ്ട് മറന്നിട്ട് ഒരു മൃഗത്തെ ഉണ്ടാക്കി അതിന് ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഈ രംഗം കണ്ട മോശ എന്താണ്, ദേഷ്യം വന്നിട്ട് എന്താണ്, ആരോടത്താണ് ഈ ഇസ്രായേൽ മക്കളോട് ദേഷ്യം തോന്നിയിട്ട് ആ കൽപ്പനയെ എറിഞ്ഞ് ഉടയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. 19-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, കൃപ ചെയ്യുവാൻ മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കാൻ മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കുമെന്നാണ്. ശരിക്കും ഇത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, നീതിയോടുകൂടെയും സ്നേഹത്തോടുകൂടെയും ദൈവം ഇടപെടുമ്പോഴും എന്താണ് നമ്മൾ കാണുന്ന ഈ മോശ പിന്നെയും അവർക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുമ്പോൾ എന്താണ്, ദൈവം തീർച്ചയായിട്ടും ഇവർ ചെയ്ത വിഗ്രഹാരാധന എന്ന് പറയുന്ന പാപം ദൈവം ക്ഷമിച്ചു കൊടുക്കുകയും പിന്നെ രണ്ടാമത് എന്ത് ചെയ്യുന്നുണ്ട്, കൽപ്പന കൊടുക്കുന്നതായിട്ടും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലേ. ശരിക്കും എന്താണ്, ഇസ്രായേൽ മക്കൾ പലതവണ ഇങ്ങനെ ദൈവത്തിനെതിരെ മറുത്തു മത്സരിച്ചിട്ടും ദൈവം അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവരെ സ്നേഹിച്ചു കൊണ്ടേയിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. നമ്മൾ ആ ഭാഗം എല്ലാം വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. ശരിക്കും ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹത്തിൽ ആ ഒരു വലിയ കൃപ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൃപയാലാണ് ദൈവം നമ്മളെ എപ്പോഴും എന്താണ്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. നമ്മൾ എത്ര പാപം ചെയ്താലും അത് ക്ഷമിച്ചുകൊണ്ട് നമ്മൾ പിന്നെയും സ്നേഹിക്കുന്ന ആ ഒരു കൃപയാണല്ലേ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചാലും എന്താണ്, ആ വിശ്വാസം എന്ന് പറയുന്ന ദാനം നമുക്ക് തന്നിരിക്കുന്നതിന് എന്താണ്, ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ ഈ ഭാവമെല്ലാം വായിച്ചു വരുമ്പോൾ ന്യായമായി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇസ്രായേൽ മക്കൾക്ക് ഇത്രയും വഴി നടത്തിയ ദൈവത്തിനെതിരെ
40 ദിവസത്തിനകത്ത് തിരിഞ്ഞതിൻ്റെ പേരിൽ എന്താണ് ന്യായമായി നമ്മൾ നോക്കുമ്പോൾ അവരത് ശിക്ഷയ്ക്ക് അർഹരാണെന്നറിയാം. പക്ഷെ ദൈവം അവരത് കാണിക്കുന്നതിന് പകരം, ശിക്ഷ നൽകുന്നതിന് പകരം മോശ ദൈവത്തിനോട് അവർക്ക് വേണ്ടി യാചിക്കുമ്പോൾ അത് കേൾക്കുകയും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും എന്താണ് കൽപ്പനകൾ നൽകുകയും പിന്നെയും അവരെ സ്നേഹിക്കുകയും എന്താണ് ദൈവത്തിൻ്റെ വഴി എന്നവർക്ക് പിന്നെയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ഭാഗത്തിലേക്കൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്നിട്ടും ദൈവം കൃപ കാണിക്കുന്ന ഒരു കാര്യമാണല്ലേ. ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നില്ല, പകരം എന്ത് ചെയ്താണ് ഇത്രയും ദൈവത്തിൽ നിന്ന് അവർ അനുഭവിച്ചറിഞ്ഞിട്ടും, അവർ എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടും, ദൈവം ആരെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടും ദൈവത്തിൽ വിശ്വാസമില്ലാത്തൊരു ജനതയെ അവർ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ദൈവത്തിൻ്റെ കൃപ അവരോടുകൂടി ഇരിക്കുകയും ദൈവം അവരോട് കരുണ കാണിക്കുകയും പിന്നെയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലേ. ശരിക്കും സൃഷ്ടാവെന്ന നിലയിൽ അർഹതയില്ലാതിരുന്നിട്ടും കൃപയും അനുകമ്പയും ദൈവം ഇസ്രായേൽ മക്കളോട് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യം ഒഴിച്ച് നമ്മളുടെ കാര്യത്തിലേക്കാണ് എടുക്കുന്നത്. നമ്മൾ ഈ സത്യമെല്ലാം അറിഞ്ഞിരുന്നിട്ടും നമ്മൾ പലപ്പോഴും ഈ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാറുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ കൃപയിലാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പിന്നെയും ദൈവത്തിലേക്ക് നയിക്കപ്പെടുകയും നമ്മൾ പാപക്ഷമ ചോദിക്കുമ്പോൾ അതെല്ലാം ക്ഷമിക്കുകയും അതോടൊപ്പം നമുക്ക് പാപക്ഷമ ചോദിക്കാനുള്ളൊരു മനസ്സ് പരിശുദ്ധാത്മാവിനാൽ നൽകി. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, ദൈവം നമ്മൾ വെറുതെ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഉടനെ ശിക്ഷിക്കുന്നതുമില്ല അല്ലേ. നമ്മളെപ്പോഴും സ്നേഹത്താൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അത്രയും വലിയ സ്നേഹവാനായ ദൈവത്തെയാണ് നമ്മൾ ഈ ആഴ്ചത്തെ പാഠം മുഴുവൻ പഠിക്കുന്നത്. നമ്മൾക്ക് അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹം നിസ്സാരമായി കാണാതെ നമ്മൾ എന്ത് ചെയ്യണം, യേശുവിലേക്ക് വരാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടത് നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സ്നേഹം നമുക്കും ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടതിന് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം പ്രത്യുപകാരം ചെയ്യാത്ത സ്നേഹം, അൺറിക്വറ്റഡ് ലവ്. പാപത്താൽ അകപ്പെട്ട മനുഷ്യരെ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൂടെ നോക്കിയാൽ അത് നമുക്ക് ഹോശേയ പ്രവാചകനിൽ കാണാവുന്നതാണ്. BC 8-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് ഹോശേയ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രവചിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തോട് ദൈവം എന്താണ് പറഞ്ഞത്? അപ്പോൾ ഹോശേയ എന്ന വേർഡിൻ്റെ അർത്ഥം സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ എന്നാണ്. ഈ പ്രവാചകനായ ഹോശേയ പ്രവചിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. ഹോശേയ 1-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ടുമാറി കഠിനമായി പരസംഗം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊരു വലിയ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ടാസ്ക്കാണ് യഥാർത്ഥത്തിൽ ഹോശേയ പ്രവാചകൻ നൽകുന്നത്. പക്ഷേ ഹോശേയ പ്രവാചകൻ അത് ദൈവത്തിൻ്റെ വാക്യം അനുസരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? ഹോശേയ പ്രവാചകൻ ദിബ്ലയീമിൻ്റെ മകളായ ഗോമേറിനെ പരിഗ്രഹിക്കുന്നു. 1-3 വാക്യത്തിലേക്ക് പോകുമ്പോൾ അവൾ ഗർഭം ധരിച്ച് അവനൊരു മകനെ പ്രസവിക്കുന്നു. അപ്പോൾ നീ ചെന്ന് പരസംഗത്തിൽ ജനിക്കുന്ന ഒരു ഭാര്യയും പരസംഗത്തിൽ ജനിക്കുന്ന മക്കളെ എടുക്കാനാണ്. അതിനെ പരസംഗം ചെയ്ത് കിടക്കുന്ന ഗോമറിനെ സ്വീകരിക്കുകയും അവൾ ഹോശേയ്ക്ക് തന്നെ 3 മക്കൾ ജനിക്കുന്നതായിട്ട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ ഈ 3 മക്കൾ ജനനത്തിന് ശേഷം എന്ത് ചെയ്തു? കുറച്ച് നാൾ ഹോശേയ പ്രവാചകനോടൊപ്പം എന്ത് ചെയ്തു? ഈ ഗോമർ അടങ്ങി പാർത്തുവെങ്കിലും നമ്മൾ പിന്നീട് നോക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ഗോമർ ഹോശേയ ഉപേക്ഷിച്ച്, പ്രവാചകനായ ഹോശേയ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഹോശേയ പ്രവാചകൻ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോശേയ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, യഹോവ ഹോശേയോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരി അടകളെ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോശേയ പ്രവാചകനോട് ആദ്യം പരസംഗത്തിൽ നടക്കുന്ന ഒരു സ്ത്രീ എടുക്കാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വ്യഭിചാരണമായി ഒരു ജാരനാൽ സ്നേഹിക്കപ്പെടുന്ന ആ സെയിം വ്യക്തി, ആ ഗോമറിനെ തന്നെ
പോയി പിന്നെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹോശേയ പ്രവാചകൻ ചെയ്തു, തീർച്ചയായിട്ടും ചെയ്തു അല്ലേ. അങ്ങനെ ഹോശേയ പ്രവാചകൻ 15 വെള്ളിക്കാശും അതോടൊപ്പം 1.5 ഹോമർ യവവും വിലയ്ക്കായി നൽകി. അതായത് 1.5 ഹോമർ എന്ന് പറയുന്നത് ശരിക്കും 15 വെള്ളിക്കാശിന് തുല്യമായ യവമാണ് കേട്ടോ, 1.5 ഹോമർ യവം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് 30 വെള്ളിക്കാശായിട്ട് വരുന്നു. 15 വെള്ളിക്കാശ് കാശായിട്ട് നൽകി, പിന്നെ 1.5 ഹോമർ എന്താണ് യവം വിലയായിട്ട് നൽകിയിട്ട് ഈ ഗോപറിനെ തിരികെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്ത് തന്നെ തിരികെ കൊണ്ടുവന്ന ഹോമർ ബഹുകാലം അടങ്ങി പാർത്തതായിട്ടും നമ്മൾ ആ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ശരിക്കും എന്താണ് അർഹിക്കപ്പെടാതിരിക്കുന്നവരുടെ മേൽ അർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹമാണ് ഹോശേയ പ്രവാചകനിലൂടെ നമ്മൾ കാണുന്നത് അല്ലേ. അതായത് ഹോശേയ പ്രവാചകൻ എന്താണ് നിൻ്റെ ജീവിതത്തിൽ കാണുന്നത് പോലെ എന്താണ് എത്ര തന്നെ ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിച്ചിട്ടും ദൈവം എന്താണ് അവർ പിന്നെയും ദൈവത്തിൽ നിന്ന് വിട്ടുമാറി അവരെന്താണ് വിഗ്രഹാരാധനയിലേക്ക് പോവുകയും ജാതികളുടെ വഴിയിൽ നടക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവം എന്താണ് അങ്ങോട്ട് ചെന്ന് പിന്നെയും അവരെ സ്നേഹിക്കുന്നതായിട്ടും അവരെ പിന്നെയും തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടും അല്ലെ. ഓരോ യുദ്ധങ്ങൾ നടക്കുമ്പോഴും അവർ കൂടെ ഇരിക്കുകയും അങ്ങനെ ജയിക്കുന്നതായിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടും പിന്നെയും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ സഹായിക്കുന്നതായിട്ടും ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാർക്ക് അവർ നൽകുന്നതായിട്ടും അങ്ങനെ ദൈവം എന്താണ് അവർ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ വണ്ണം ആ ദൈവത്തിൻ്റെ ആ സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം എന്താണ് ദൈവം അവരെപ്പോഴും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഹോശേയുടെ ജീവിതം തന്നെ ഇസ്രായേൽ മക്കളെ ഒരു മാതൃകയായിരുന്നു അല്ലേ. അപ്പോൾ ഹോശേയുടെ ജീവിതം നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ അത് കണ്ടു പഠിക്കാനാണ്. ഹോശേ ചെയ്തതുപോലെ ഒരു തെറ്റ് ചെയ്തതെന്ന് വിചാരിച്ചു കളഞ്ഞിട്ട് പോകുകയല്ല, പകരം പിന്നെയും പോയി കൂട്ടിക്കൊണ്ടുവന്ന് ആ ഒരു സ്നേഹത്തിന് അർഹമല്ലാത്തതായ ഒരു സ്നേഹം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കും ലഭിക്കുന്നത് അല്ലേ. നമ്മൾ എല്ലാ സത്യം അറിഞ്ഞിട്ടും പലതവണ എന്താണ് തെറ്റിലേക്ക് പോകുന്നവരാണ്. പിന്നെയും ദൈവത്തിൻ്റെ കൃപയാൽ എന്താണ് നമ്മൾ നയിക്കപ്പെടുകയും പിന്നെയും എന്താണ് ക്ഷമ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 14-1 വരെ 4 വരെയുള്ള നോക്കുമ്പോൾ എന്താണ് യഹോവെങ്കിലേക്ക് മടങ്ങി വരുവാനുള്ളൊരു ആഹ്വാനം അവിടെ കാണുന്നുണ്ട്. ഇസ്രായേലേ, നിൻ്റെ ദൈവമായ യഹോവെങ്കിലേക്ക് മടങ്ങി ചെല്ലുക, നിൻ്റെ അകൃത്യ നിമിത്തം വീണിരിക്കുന്നു, അനുതപിക്കുക എന്ന് ഹോശേ അവരോട് പറയുന്നുണ്ട്. ഇവിടെ ശരിക്കും നമ്മൾ കാണുന്നത് എന്താണ് നിൻ്റെ അകൃത്യ നിമിത്തം നീ വീണിരിക്കുന്നു, അതുകൊണ്ട് എന്താണ് നീ തിരിച്ചു വരണം എന്ന് പ്രവാചകനിലൂടെ പറയുകയാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും എന്താണ് ഓരോ പ്രവാചകന്മാരിലൂടെ അതിന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് ദൈവം പിന്നെയും അവരുടെ ബാക്കിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. ആരുടെ ബാക്കിലാണ് ഇസ്രായേൽ മക്കളുടെ പിന്നെയും സ്നേഹിച്ചുകൊണ്ട് തന്നെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ഞാൻ അവരെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. നമ്മുടെ മനഃപാഠവാക്യമാണ്. ശരിക്കും എന്താണ് ഈ ചെയ്യുന്നതിന് എന്താണ് അവരുടെ ആ സ്വഭാവത്തെ ദൈവം എന്താണ് ചികിത്സിച്ച് സൗഖ്യമാക്കിയതിന് ശേഷം എന്താണ് അവർ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് അവരോടുണ്ടായ കോപത്തെയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ഇനി അവരെ ഔദാര്യമായി സ്നേഹിക്കുമെന്നാണ് ദൈവം തന്നെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടും അവിശ്വസ്തത പുലർത്തുന്ന നമ്മളെയും ദൈവം ശരിക്കും എന്താണ് ഇസ്രായേൽ മക്കളെ സ്നേഹിച്ചതുപോലെ നമ്മളെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഹോശേയുടെ ജീവിതത്തിൽ പലതവണ തെറ്റ് ചെയ്ത ഭാര്യയെ പിന്നെയും കൂട്ടിക്കൊണ്ടുവന്ന് സ്നേഹിച്ചതുപോലെ എന്താണ് ദൈവം ഇസ്രായേൽ മക്കളെയും സ്നേഹിക്കുന്നത്. ഇതേ രീതിയിൽ എന്താണ് ദൈവം നമ്മളെയും സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് എന്താണ് സ്വന്തം പുത്രനെ തന്നെ ക്രൂശിൽ അർപ്പിച്ചുകൊണ്ട് എന്താണ് ആരും ഒരു മനുഷ്യരും എന്താണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിനല്ലേ. യോഹന്നാൻ 3:16 നമ്മൾ നോക്കുമ്പോൾ കാണും ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹം. ഒരു മനുഷ്യൻ കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതി പാപം ചെയ്ത് നമ്മൾ ഒന്നുകൂടെ സ്നേഹിച്ചുകൊണ്ട് പിന്നെയും സ്നേഹിച്ചുകൊണ്ട് സ്വന്തം പുത്രനെ ക്രൂശിൽ അർപ്പിച്ചുകൊണ്ട് എന്താണ് ആ രക്തത്തിൽ നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുകയും അതോടൊപ്പം എന്താണ് നമ്മൾ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കാനുള്ള അവകാശം കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കാനുള്ള അവകാശം നമുക്ക് നൽകുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലായി കഴിഞ്ഞു ഈ ഓരോ പാഠത്തിലും ഓരോ എക്സാമ്പിളും നമ്മൾ പഠിച്ചു വരുന്നത് എന്താണ് ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹത്തെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് അറിയുന്ന നമ്മളെന്താണ് നമ്മളും ഈ സ്നേഹത്തിന് അർഹമാകത്തക്ക രീതിയിൽ തീർച്ചയായിട്ടും അർഹിക്കാത്ത നമുക്ക് കിട്ടുന്ന സ്നേഹമാണ്. എന്നാലും അറിഞ്ഞതിന് അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെയും സഹായിക്കുമാറാകട്ടെ.
ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം സ്നേഹം ഔദാര്യമായി നൽകപ്പെടുന്നു. ലവ് ഫ്രീലി ഗിവൺ. ശരിക്കും നമ്മൾ എല്ലാ പാഠത്തിലും ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹത്തെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. നമ്മളിപ്പോൾ കേട്ട എന്താണ്? ഇസ്രായേൽ മക്കൾ ആവർത്തിച്ച് തെറ്റ് ചെയ്തിട്ടും എന്താണ്? ദൈവം തന്നെ അവരിലേക്ക് പോയി ഔദാര്യമായി സ്നേഹിക്കുന്നതിനെക്കുറിച്ചാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കി എല്ലാം സകലവും എന്താണ്? ദൈവത്തിൻ്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് എന്തിൻ്റെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മളിൽ നിന്നുള്ള സ്നേഹം മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം. നമ്മളിൽ നിന്നുള്ള സ്നേഹം ഒഴിച്ച് വേറെ ഒന്നും തന്നെ ദൈവത്തിന് ആവശ്യമില്ല. സർവ്വം എന്താണ്? ദൈവത്തിൻ്റേതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വെളിപ്പാടിൻ്റെ പ്രവചനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടഹേതുവായുള്ള വായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിലിടുമെന്നാണ്. ഈ വാക്യത്തിലുണ്ടാണ് സർവ്വവും സൃഷ്ടിച്ചത് എല്ലാം നിൻ്റെ സർവ്വത്തിൻ്റെ സൃഷ്ടിതാവ് നീയാണെന്നും എല്ലാം നിൻ്റെ ഇഷ്ടഹേതുവാൽ ഉളവായതാണെന്നും ഈ വാക്യം നമ്മെ വ്യക്തമാക്കി തരുന്നു. അതുപോലെ സങ്കീർത്തനം 33-6 വാക്യത്തിലേക്ക് പോകുമ്പോൾ യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ സകല സൈന്യങ്ങളും ഉളവായി. ഈ 2 വാക്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്? സകലത്തിൻ്റെ സൃഷ്ടിതാവ് ആരാണ്? ദൈവമാണ്. അതിനാൽ ദൈവത്തിന് നമ്മൾ നിന്ന് യാതൊന്നും ആവശ്യമില്ല. സൃഷ്ടികർത്താവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും എനിക്കുള്ളതാകുന്നു എന്ന് യഹോവ അവകാശപ്പെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? സൃഷ്ടാവ് ദൈവമായതുകൊണ്ടാണ്. ശരിക്കും എന്തിനായിരിക്കും പിന്നെ നമ്മളെല്ലാം സൃഷ്ടിച്ചത് നമ്മൾ ചിന്തിച്ചത്? ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പങ്കിടുന്നതിന് വേണ്ടി മാത്രമാണ്. ദൈവത്തിനുള്ള സ്നേഹം എന്താണ്? ദൈവത്തിൻ്റെ സകല സൃഷ്ടികളിലേക്കും ദൈവം പങ്കിടുന്നുണ്ട്. അപ്പം നമുക്ക് സ്നേഹം തരാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? ആ ഒരു സ്നേഹം എല്ലാത്തിലേക്കും എത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് സൃഷ്ടിയും കൂടെ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. യോഹന്നാൻ 17-24 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ യേശു പറയുന്നൊരു വാക്യമാണ്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്കുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് അയച്ചിരിക്കുന്നു. ശരിക്കും വാക്യത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകുമ്പോൾ പിതാവെ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ എന്താണ്? ദൈവം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ, അല്ലേ, പുത്രനെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ്? സൃഷ്ടികളുടെ ആവശ്യമില്ല. ഇല്ലെങ്കിലും എന്താണ്? സർവ്വ സൃഷ്ടികളും അതുപോലെയുള്ള ദൈവത്തിൻ്റെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള സകല സൃഷ്ടികളും എന്താണ്? ദൂതന്മാരുൾപ്പെടെ എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു വന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെപ്പോലെ എന്താണ്? ഒരു കൂട്ടം ദൂതന്മാർ ആ സ്നേഹത്തിൽ നിന്ന് തെറ്റിയതായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ശരിക്കും എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമെന്ന സ്വഭാവം അവൻ ലോകത്തെ സൃഷ്ടിക്കുവാനും അവരും ആ ഒരു സ്നേഹബന്ധത്തിൽ പ്രവേശിക്കുവാനും ആഗ്രഹിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹമെന്നൊരു സ്വഭാവമാണ് ഈ സൃഷ്ടി നടത്താനും എല്ലാവർക്കും സ്നേഹം പങ്കിടാനും തന്നെ കാരണമായി തീർന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ പാപം വന്നതിന് ശേഷവും അതുപോലെ നമ്മൾ വ്യക്തിപരമായി പാപം ചെയ്തതിന് ശേഷവും ദൈവം വീണ്ടും നമ്മെ ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്നത്, അല്ലേ? ഇസക്കിയേൽ 18-ാം അധ്യായം 23 വാക്യത്തിലേക്ക് പോകുമ്പോൾ ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ഈ വാക്യത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഒരു ദുഷ്ടൻ മരിച്ചാൽ കൂടെ താല്പര്യമില്ലെന്നാണ്. ശരിക്കും നമ്മൾ എന്താണ്? ഇപ്പോൾ തന്നെ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു തീവ്രവാദിയുടെ തലവൻ മരിച്ചെന്ന് നമ്മൾ അറിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മാധ്യമങ്ങളൊക്കെ കണ്ടാണ് ഒത്തിരി പേരെന്താണ് അദ്ദേഹത്തെ കൊന്നതുകൊണ്ട്, അദ്ദേഹം മരിച്ചതുകൊണ്ടാണ്, തീവ്രവാദിയുടെ തലവൻ മരിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഈ വാക്യം എന്താണ് പറയുന്നത്? ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴി വിട്ട് ജീവിക്കണമെന്നല്ലോ എൻ്റെ താല്പര്യം. ആ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്നാണ് യഹോവയുടെ താല്പര്യം. അപ്പോൾ ഒരു ദുഷ്ടൻ മരിച്ചാൽ കൂടെ ഈ ലോകത്തുള്ള ആൾക്കാർ ആ അവൻ്റെ ദുഷ്ടത കാരണമാണ് സന്തോഷിക്കാൻ കാരണമായി തീർന്നത്. പക്ഷെ ദൈവം അങ്ങനെ കൂടെ സന്തോഷിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാ മനുഷ്യരും ദൈവത്തെ സ്നേഹിച്ച് തിരിച്ചു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ
അത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം കൊണ്ട് ഈ സത്യമൊക്കെ തിരിച്ചറിയുമ്പോൾ എന്താണ്, പിന്നെയും മറുതലിച്ച് പോകാതെ ദൈവത്തെ സ്നേഹിക്കേണ്ടതിന്, അതനുസരിച്ച് ജീവിക്കേണ്ടതിനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. Many are called but few are chosen. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഉപമയിൽ നിന്നാണ് ഈ ഇന്നത്തെ ബുധനാഴ്ചത്തെ പാഠമെടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്നാണ് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ തന്നെ ഒരു ഉപമയാണ്. നമുക്കറിയാം ശരിക്കും എന്താണ് യേശു മഹാപുരോഹിതന്മാരും പരിശീലന്മാരോടും ഒക്കെ പറഞ്ഞ ഒരു ഉപമയാണിത്. നമ്മൾ നോക്കുമ്പോൾ 22-ാം വാക്യത്തിലേക്ക് 2-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യമാണ്. അപ്പോൾ സ്വർഗരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കല്യാണ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിച്ച ഒരു രാജാവിനോടാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു രാജാവ് തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി വിരുന്നുകാരെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് ദാസന്മാരെ അയച്ച് വിരുന്നുകാരെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിരുന്നുകാരെന്ത് ചെയ്യുന്നുണ്ട്, അവരെന്താണ് വരുന്നതായിട്ട് കാണുന്നില്ല. എന്താണ്, അവർ ഒരുത്തൻ നിലത്തിലേക്ക് പോയി, ഒരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്ക് പോയി, മറ്റു ചിലവരെന്താണ് ഇദ്ദേഹത്തെ ഈ ദാസനെ ക്ഷണക്കത്ത് കൊടുത്തുകൂടെ ദാസൻ എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വന്നിട്ട് അവരെന്ത് ചെയ്തു, ആ സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകളെ നശിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. പട്ടണം ചുട്ടുകളയുന്നു എന്നാണ്, നശിപ്പിച്ച് പട്ടണം ചുട്ടുകളയുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. 9-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ആകയാൽ വഴിത്തലയ്ക്കിൽ ചെന്ന് കാണുന്നവരെല്ലാം കല്യാണത്തിന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഇൻവിറ്റേഷൻ എല്ലാവർക്കും ലഭിച്ചതല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, വഴിത്തലയ്ക്കിൽ ചെന്ന് എന്താണ് കണ്ടവരെല്ലാവരും വിളിച്ചു. അപ്പോൾ ആരൊക്കെ കല്യാണത്തിന് വന്നു, എല്ലാവരും വന്നു. നല്ല ആൾക്കാരും വന്നു, ദുഷ്ടന്മാരും വന്നു, എല്ലാവരും വന്നു. അപ്പോൾ രാജാവ് അവിടെ വന്ന് നോക്കിയപ്പോഴാണ് വേറൊരു കാര്യം കാണുന്നത്. എന്താണ്, ഒരാൾ കല്യാണ വസ്ത്രം ഇടാതെയാണ് കല്യാണത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ രാജാവ് വന്ന് ചോദിക്കുന്നുണ്ട്, സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എവിടെയെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ കല്യാണ വസ്ത്രം ഇല്ലാത്തതിനാൽ എന്ത് ചെയ്യുന്നു, രാജാവിൻ്റെ ശുശ്രൂഷക്കാരോട് പറയുന്നുണ്ട്, കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുമെന്നാണ്. അപ്പോൾ എന്താണ്, ഒരു കല്യാണത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ ശരിക്കും എന്താണ്, അവിടെ കരച്ചിലും പല്ലുകടിയുള്ള സ്ഥലമാണോ അല്ല. അപ്പോൾ ഇതൊരു ഉപമയാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു ഉപമ എന്താണ് നമ്മൾ കാണുന്നത്, കല്യാണ വസ്ത്രം ഇടാതെ വന്ന മനുഷ്യനെ എന്ത് ചെയ്തു, കൈയും കാലും തട്ടി കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നു. അതായത് എന്താണ്, നരകത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് ഈ ഉപമയിലൂടെ മനസ്സിലാക്കി തരുന്നത്. ശരിക്കും എന്താണ്, സ്വർഗരാജ്യം ഇതുപോലെ എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി എന്ന മണവാളിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം എന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മണവാട്ടി ആ സഭയെ ചേർക്കാൻ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ ആർക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്, സകല മനുഷ്യർക്ക്, സകല ജാതി ഗോത്രം ഭാഷ വംശമായവരോട് അറിയിക്കാനാണ് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സുവിശേഷം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാമെന്നുള്ള ഒരു എന്താണ് സദ്വർത്തമാനം ആർക്കൊക്കെ അറിയിക്കണം, സകല മനുഷ്യരെയും അറിയിക്കാനാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ തന്നെ എന്താണ്, അങ്ങനെ അനേകരെ ഈ കല്യാണത്തിലേക്ക് വിളിച്ചു. അനേകർ എന്ന് പറയുമ്പോൾ സകല ജാതി ഗോത്രം ഭാഷ വംശം. അപ്പോൾ ഇവരെല്ലാവരും എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്താണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം എന്ന് കാണുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്രയും പേര് വിളിച്ചിട്ട് വളരെ കുറച്ച് പേര് അവിടെ നിന്ന് ചൂസ് ചെയ്യുന്നത് നമുക്ക് കാണുന്നത്? ശരിക്കും എന്താണ്, കല്യാണ വസ്ത്രത്തിലുള്ള പോരായ്മയാണ്. അപ്പോൾ കല്യാണ വസ്ത്രം ഇടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. കല്യാണ വസ്ത്രം എന്താണ്, വിളിക്കപ്പെട്ട എല്ലാവർക്കും നൽകിയിരിക്കുന്നു. പക്ഷേ എന്താണ്, ആ വസ്ത്രത്തിൽ കറയോ ചുരുക്കമോ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ യേശുവിനോടൊപ്പം ആ കല്യാണ പന്തലിൽ പ്രവേശിക്കണം എങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്വഭാവത്തിന് ഒരു ശുദ്ധീകരണം ഉണ്ടായിരിക്കണമെന്ന്. നമ്മൾ എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, ഓരോരുത്തരുമുള്ള തെറ്റുകൾ ഓരോന്നായിരിക്കും, പാപങ്ങൾ ഓരോന്നായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ എന്തൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുവോ അതെല്ലാം എന്താണ്, നമ്മൾ മാറ്റി എന്താണ്, നമുക്ക് നൽകപ്പെട്ട കല്യാണ വസ്ത്രത്തിൽ കറയും ചുളുക്കമൊന്നും ഇല്ലാതെ കല്യാണ വസ്ത്രത്തോടു കൂടെ തന്നെ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കഥയിലെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇരുട്ടുള്ള അവിടെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ, അതായത്
അന്ധകാരത്തിലേക്ക്, നരകത്തിലേക്ക് തള്ളിയിടുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് എന്താണ്, നമുക്ക് അങ്ങനെ കല്യാണ വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ കല്യാണ വസ്ത്രത്തിൽ ചുരുക്കമുള്ളവർക്ക്, അഴുക്കുൾ പറ്റിയവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണത്തിന് പ്രവേശിക്കാൻ കഴിയാതെയും ആവുന്നതായിട്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും എന്താണ്, നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്ക് നമുക്കും എങ്ങനെയാണ് ഈ ഇൻവിറ്റേഷൻ കിട്ടി, നമ്മൾ വിളിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായി നോക്കേണ്ടത്, നമുക്ക് നൽകിയ കല്യാണ വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മുടെ കല്യാണ വസ്ത്രം പുതുമയോട് തന്നെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ മണവാളൻ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കല്യാണത്തിന് മണവാളിനോടൊപ്പം പോകാൻ കഴിയുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എന്താണ്, കർത്താവും രാജാതി രാജാവുമായ ദൈവം രണ്ടാമത്തെ വരവിൽ നമ്മളെല്ലാവരെയും എതിരേൽക്കുന്നതിന് വേണ്ടി വരുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ കല്യാണ വസ്ത്രത്തിലുള്ള എല്ലാ കറയും ചുളുക്കും എല്ലാം മാറ്റി നമ്മൾ സ്വഭാവ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മൾ എന്താണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലായിരിക്കും നമ്മൾ എന്താണ്, ദൈവത്തിൽ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവവും പ്രതിഫലിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, മണവാളനോടൊപ്പം പോകേണ്ടതിന്. അങ്ങനെ അനേകരെ പെട്ടുവെങ്കിൽ തന്നെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കമാരുടെ കൂട്ടത്തിലാകേണ്ടതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നാണ്. ക്രൂസിഫൈഡ് ഫോർ അസ്. ശരിക്കും ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് യേശു ഇങ്ങനെ വിലപിച്ചതായിട്ട് കാണുന്നു. മത്തായി 23:27 വാക്യത്തിലേക്ക് പോകുമ്പോൾ, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും, നമ്മുടെ ആമുഖത്തിൽ വായിച്ച വാക്യമാണ്, നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായിരുന്നില്ല എന്നാണ്. അപ്പോൾ ദൈവത്തെ ഉപദ്രവിച്ചവരെ കൂടെ ചേർത്ത് കൊള്ളാൻ ദൈവത്തിന് എത്ര വട്ടം മനസ്സുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ആർക്കാണ് മനസ്സില്ലാതിരുന്നത്? നമുക്കാണല്ലേ. അപ്പോൾ അവർക്ക് മാനസാന്തരപ്പെടാൻ അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാൻ മനസ്സില്ലായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10:17-18 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ യേശു സ്വമനസാലെയാണ് എന്ത് ചെയ്തത്, ക്രൂശിൽ തന്നെ നമുക്ക് തന്നതായിട്ട് കാണുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ എന്താണ്, സ്വർഗത്തിലുണ്ടാക്കിയ ആ രക്ഷാപദ്ധതി പ്രകാരം സ്വമനസാലെ വന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് എന്താണ്, ദൈവത്തിലേക്ക് നമ്മൾ തിരികെ വരുന്നതിന് വേണ്ടി ക്രൂശിക്കപ്പെടുകയായിരുന്നുവെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20 വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, അപ്പം നമ്മെ സ്വമനസാലെ വന്ന് രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, അവൻ്റെ വിളി കേട്ട് നമ്മൾ വന്നിരിക്കുകയാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ആ പേരിൽ എത്തപ്പെടേണ്ടതിന് എന്താണ്, പിന്നെ എന്താണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തു അവരിൽ ജീവിക്കണം എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരിക്കൽ നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ പിന്നെ എന്താണ്, നമ്മൾ അത്രയും നാൾ ചെയ്തിരുന്ന പാപകരമായ പ്രവൃത്തികളും ചിന്തകളും എല്ലാം മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം, കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വഭാവ ഗുണത്തിലേക്ക് എത്തപ്പെടത്തക്കവണ്ണം നമ്മളെന്താണ്, സ്വഭാവ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അതുകൊണ്ട് പാപത്തിലല്ല ജീവിക്കാനുള്ളത്, പിന്നെയോ പാപമില്ലാത്ത നിഷ്കളങ്കനായ കർത്താവായ യേശുവിനെ പോലെ പാപമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ എന്താണ്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ നമ്മളെ ശരിക്കും സഹായിക്കുന്നതുമാണല്ലേ. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ തന്നെ സാത്താൻ്റെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് ദൈവത്തിന് ആദ്യമേ അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ്, ഹൃദയ നിരൂപണങ്ങളെ പോലും ആർക്കറിയാം, ദൈവത്തിന് അറിയാമെന്നാണ് നമ്മൾ ബൈബിൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ വിശ്വാസത്യാഗത്തെക്കുറിച്ചും ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു പാപപരിഹാരം ദൈവം എന്ത് ചെയ്തു, തയ്യാറാക്കി വെച്ചിരുന്നു എന്നറിയുന്നു. അതിന് പ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അയച്ചതും സ്വമനസാലെ വന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യേശു മരിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ശരിക്കും ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യനും എന്താണ്, നശിച്ചു പോകാതെ സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് നിത്യമരണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് അത്രമാത്രം ലോകത്തെ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു
ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഈ സത്യമെല്ലാം നമുക്ക് വേണ്ടി മനസ്സിലാക്കും. നമുക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു തെറ്റും ചെയ്യാതെ വന്ന് ഇത്രയും ശിക്ഷ അനുഭവിച്ചതെന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോഴും മാത്രം പറയുന്നതിലുപരി എല്ലാ ദിവസവും അല്പസമയം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇങ്ങനെയൊരു വലിയ ത്യാഗം ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു തെറ്റ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പ് യേശുവിനെ നോക്കിയാൽ, ആ ക്രൂശിലേക്ക് നോക്കിയാൽ എന്താണ് ആ തെറ്റിൽ നിന്ന് പിന്മാറാനും അതോടൊപ്പം എന്താണ് നമുക്ക് സ്വഭാവ ശുദ്ധീകരണത്തോടെ ജീവിക്കാനും പരിശുദ്ധാത്മാവിൽ സ്വാധീനിക്കപ്പെടുന്നത് പോലെ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നമുക്ക് കഴിയുന്നതാണ്. ശരിക്കും എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കർത്താവായി ഈ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആ മഹൽ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച ആ ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട് പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും നയിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ചത്തെ ഭാഗം കൂടുതൽ പഠനത്തിനായി ക്രിസ്തുവിൻ്റെ ഉപമകൾ എന്ന ബുക്കിലെ മണവാളനെ എതിരേൽപ്പാൻ എന്ന ഭാഗം എല്ലാവർക്കും വായിച്ചു നോക്കാവുന്നതാണ്. നമുക്ക് ചർച്ചയ്ക്കുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദൈവമില്ല എന്ന ചിന്തയേക്കാൾ മോശമാണ് ദൈവം നമ്മെ വെറുക്കുന്നു എന്ന ചിന്ത. അത് സത്യമാണെങ്കിൽ എത്ര വ്യത്യസ്തമായൊരു ലോകത്തിൽ നാം നിലനിൽക്കും എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന അനേകരെ അല്ലെ എത്തീസ്റ്റ് ഗ്രൂപ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കാട്ടി മോശമാണ് ദൈവം നമ്മെ വെറുക്കുന്നു എന്ന് പറയുന്നൊരു ചിന്ത. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ദൈവമില്ല എന്ന് വാദിക്കുന്നവരെക്കാട്ടി കൂടുതലാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് വാദിക്കുന്നവർ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ വന്ന് നോക്കട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും വളരെ പ്രതികൂല ഘട്ടങ്ങൾ വന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് ചുറ്റും നമുക്ക് കേൾക്കാൻ കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കൂടെ പാടുള്ള ചില കുറ്റകൃത്യങ്ങൾ കേൾക്കുമ്പോഴാകട്ടെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം സ്നേഹിക്കുന്നില്ല എന്നൊരാശയത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവരുകൂടെ എന്താണ് ഒരു ഗ്രൂപ്പാൽ അവർ ദൈവം ഇല്ല എന്ന് വാദിക്കുന്നവരാണ്. പക്ഷെ ദൈവത്തെ അനുസരിക്കുന്നവർ, അത്രയും നാൾ ദൈവത്തെ ആരാധിക്കുന്നവരും എന്താണ് ദൈവം സ്നേഹിക്കുന്നില്ല, വെറുക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് മാറുകയാണ്. ശരിക്കും ആരാധിക്കും ഇതെല്ലാം ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ദൈവത്തിൻ്റെ നാമം വൃഥ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്നതിന് വേണ്ടി സാത്താനാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലേ. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നതിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക ദൈവത്തിൻ്റെ മഹൽ സ്നേഹത്തെക്കുറിച്ച് ഈ 2025 ഒന്നാമത്തെ ക്വാർട്ടറിലെ ഒന്നാമത്തെ പാഠം തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ മഹൽ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു പ്രതികൂല ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഒരു പ്രയാസ വേളയിലായിരിക്കുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എന്നെ വെറുക്കുന്നു എന്നൊരു ആശയത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. അത് ദൈവം ഇല്ല എന്ന് വാദിക്കുന്നവരെ കാട്ടി മോശമായൊരു ആശയമാണെന്ന് അറിയുന്നുണ്ട്. ശരിക്കും ഇതൊരു സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല, വെറുക്കുന്നു എന്നത് സത്യമാണെങ്കിൽ എത്ര വ്യത്യസ്തമായൊരു ലോകത്തിലായിരിക്കും നിലനിൽക്കാമെന്ന് ഓർത്തു നോക്കി. ഇപ്പം നമ്മുടെ ലോകത്തിൻ്റെ സ്ഥിതി ദൈവം കൺട്രോളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, ദൈവം ഇപ്പോഴും ലോകത്തെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ ഓരോ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നൊക്കെ വിടുവിക്കപ്പെടുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പ്രയാസവേളയിൽ അങ്ങ് ഡിപ്രഷനായിട്ട് പോയിട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല, എന്നെ വെറുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും എന്താണ് സംഭവിക്കുക? ഈ ലോകത്തിൽ തന്നെ തീർച്ചയായിട്ടും ഇതിലും വളരെ വലിയ ദുരന്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തിപരമായി എല്ലാവരുടെയും ജീവിതത്തിൽ ആര് കൊണ്ടുവരും? സാത്താൻ കൊണ്ടുവരും. അങ്ങനെ ഇപ്പോഴുള്ള ജീവിതത്തെക്കാൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് സകല മനുഷ്യരുടെ ജീവിതവും നീങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിലെ എല്ലാവർക്കും പല ആശയങ്ങളും കാണും. ശരിക്കും ദൈവമില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ദൈവം നമ്മളെ പ്രയാസഘട്ടങ്ങളിൽ സ്നേഹിക്കുന്നില്ല, വെറുക്കുന്നു എന്ന് പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ തെറ്റുകളെല്ലാം ദൈവം മനഃപ്പാഠവാക്യത്തിൽ പറഞ്ഞതുപോലെ ചികിത്സിച്ച് സുഖപ്പെടുത്തുകയും അതിനുശേഷം കോപം വിട്ടു മാറിയത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം ഔദാര്യമായി സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്നും ഹോശേ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നും ഒക്കെ നമ്മൾ പഠിച്ചതുപോലെ ദൈവം പിന്നെയും വന്ന് സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ദൈവം എപ്പോഴും നമ്മളെ പിന്നെയും വന്ന് സ്നേഹിക്കുകയും, അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് നമുക്ക് കല്യാണ വസ്ത്രം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ യാതൊരു കല്യാണ വസ്ത്രത്തിലോ യാതൊരു കറയും ചുളുക്കവും പറ്റാതെ സൂക്ഷിക്കേണ്ടതിനും കല്യാണ വസ്ത്രം ലഭിക്കേണ്ടതിനും ദൈവത്തോടൊപ്പം കല്യാണത്തിന് അല്ലെങ്കിൽ മണവാളനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതിനും
നമ്മളെല്ലാം ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ 2025 ഈ പുതിയ ക്വാർട്ടറിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു നല്ലൊരു ടോപ്പിക്ക്, ദൈവത്തിൻ്റെ ഗോഡ്സ് ലവ് ആൻഡ് ജസ്റ്റിസ്, ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മളെയും സ്വഭാവ ശുദ്ധീകരണം വരുത്തിക്കൊണ്ട് പത്രോസിനോട് ചോദിച്ച പോലെ നമ്മോട് നീ ഇവരിൽ നിന്ന് അധികമായി എന്നെ സ്നേഹിക്കുന്നതോട് ചോദിക്കുമ്പോൾ ഓവ് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അങ്ങനെ സ്ട്രോങ് ആയ ഒരു ആൻസർ പറയത്തക്കോണം ദൈവം സ്നേഹിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ പാഠപഠനത്തിൻ്റെ അവസാനത്തിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതത്തിൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗ്ഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ പാഠം ഞങ്ങളെ പഠിക്കാൻ സഹായിച്ചതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ ദൈവത്തിൻ്റെ മഹൽ സ്നേഹത്തെക്കുറിച്ച്, സമാനതകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്, ദൈവം ആഴങ്ങളുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ കർത്താവേ, ഇതെല്ലാം നമ്മൾ ദിനം പ്രതി നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം അടുക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങൾ പറയുന്ന പരാതികളും എല്ലാം അവിടെ നിന്ന് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തീർച്ചയായിട്ടും ദൈവം ഞങ്ങളുടെ എല്ലാ പ്രയാസവേളയിലും ദുഃഖവേളയിലും അവിടെ നിന്ന് സഹായിക്കുന്നതിനാലും സ്നേഹിക്കുന്നതിനാലും നന്ദി അർപ്പിക്കുന്നു കർത്താവേ. തുടർന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് ഈ 2025 എന്നൊരു വർഷം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കുമാറാണമേ. ദൈവം ഞങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ തരുന്ന പോലെ ആത്മീയമായ അനുഗ്രഹങ്ങൾ നൽകി ദൈവത്തോടൊപ്പം കൂടുതൽ അടുത്തുകൊണ്ട് ജീവിക്കേണ്ടതിന്, സ്വഭാവ ശുദ്ധീകരണം വരുത്തേണ്ടതിന്, നമ്മളെ തന്നെ ദിനം പ്രതി ശോധന ചെയ്യേണ്ടതിന്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് യേശുവിലേക്ക് നോക്കേണ്ടതിന് ഞങ്ങളെല്ലാവരും ഒരുക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമീൻ. ഹാപ്പി ന്യൂ ഇയർ. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകണം.